ഷാഫി പറമ്പിലിനെ വഴിയിൽ വെച്ച് തടഞ്ഞിരുന്നു CPM പ്രവർത്തകർ കഴിഞ്ഞ DYFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിന് മറുപടി എന്നോണം കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിൽ ചെന്ന് ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ തീപ്പന്തം എടുത്ത് പോലീസിനെ എറിയുന്ന ഒരു രീതിയാണ്, ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത്. ഇത് കോൺഗ്രസ്സിൽ പൊതുവെ കാണാത്ത ഒരു രീതിയിലുള്ള അക്രമാസക്തമായിട്ടുള്ള അത്രമേൽ, കാരണം 28 പേർക്കെതിരെയാണ് വധശ്രമ കേസ് എടുത്തിരിക്കുന്നത് പോലീസ് ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇങ്ങനെ ഇത്തരത്തിൽ അവരുടെ ഒരു അഹിംസാവാദമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്, അത്തരത്തിൽ അക്രമാസക്തമായി എന്നുള്ളൊരു പേര് കോൺഗ്രസ്സിനില്ല. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് മറ്റ് ചില തലങ്ങൾ കൂടെ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പല ദിശകളിൽ നിന്ന് വരുന്നുണ്ട്, പ്രത്യേകിച്ച് BJPയുടെ വൃത്തങ്ങളിൽ നിന്നൊക്കെ. അതായത് ഇത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധം ഹൈജാക്ക് ചെയ്തിരുന്നു, അവരാണ് ഇത്തരത്തിൽ പോലീസിനെ എറിഞ്ഞത് എന്നൊക്കെയുള്ള. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ കോൺഗ്രസും ഇതുപോലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെയാണോ? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പ്രകടനം ആദ്യം നടത്തിയത് SDPIയും അതേപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളൊക്കെ ആയിരുന്നു, ജമാഅത്തെ ഇസ്ലാമിക. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലം ഉണ്ട് എന്നതുകൊണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ തടഞ്ഞു. അപ്പോൾ ഇത്തരം ആളുകൾ മുന്നിലേക്ക് വരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. ഇത് ഒരു നല്ല പ്രവണതയായിട്ട് ഒരിക്കൽ പോലും കേരള രാഷ്ട്രീയം വിലയിരുത്താനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന്, ഈ പോലീസിനെതിരെ തീപ്പന്തമെറിയുക എന്ന് പറയുന്ന അത് ഈ യുവജന സംഘടനകളൊക്കെ ചെയ്യൂ. ഇതൊക്കെ യൂത്ത് കോൺഗ്രസും DYFIയും അതേപോലെ തന്നെ യുവമോർച്ച ഇങ്ങനെ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു തെറ്റാണെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഇങ്ങനെ ഇവരൊക്കെ ചെയ്യും, ഇതൊക്കെ ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരൊന്നും അല്ല, അതൊക്കെ മൊത്തം കൊട്ടേഷൻ സംഘങ്ങളാണ് എല്ലാ പാർട്ടികളുടെയും. അപ്പോൾ അവർ കുറേ പേര് കൊട്ടേഷൻ സംഘങ്ങളുണ്ടാവും, അതിനകത്ത് കുറേ ആൾക്കാർ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇവരെ കൂടിയാണ് പ്രകടനം നടത്തുന്നത്. ആ പ്രകടനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ അക്രമോത്സുകമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറിത്തരുന്നത്. ഇപ്പോൾ ഭരണത്തിലില്ലാത്ത കാലത്താണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ മുൻപന്തിയിൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് DYFIനായിരിക്കും, അതല്ലെങ്കിൽ യുവമോർച്ചയായിരിക്കും, കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അപ്പോൾ ഓരോരോ കക്ഷികൾ മാറുന്നതിനനുസരിച്ചിട്ട് റോള് മാറും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ പൊതുവെ പക്വതയുള്ള ഇരുത്തം വന്ന രാഷ്ട്രീയ പ്രവർത്തകരല്ല എന്നാണോ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കുറേ പേർ അത്തരത്തിൽ പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെങ്കിൽ തന്നെ അവരുടെ ഇടയിൽ അക്രമാസക്തമായിട്ടുള്ള കുറേ ആളുകൾ നുഴഞ്ഞേറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് SDPIക്കാരും അതേപോലെ തന്നെ പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളുമൊക്കെ അതിൽ വരാം. ഷാഫി പറമ്പിലിൻ്റെ പേരിപ്പോൾ അങ്ങനെ അവരുമായിട്ട് യോജിച്ച് പോകുന്ന തരത്തിലേക്ക് ആകുകയാണെന്ന് വെച്ചാൽ അത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടാക്കുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഷാഫി പറമ്പിലിനെ സഹായിക്കുന്നതിന്, ഒപ്പം നിൽക്കുന്നതിന് അയാൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒക്കെ നേരെ അക്രമോത്സുകമായിട്ട് നീളുന്നത് ആരുടെ കൈകളെന്ന് ചോദിച്ചാൽ SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റേത് എന്ന് വന്നാൽ അതിൻ്റെ ക്ഷീണമുണ്ടാകാൻ പോകുന്നത് ഷാഫി പറമ്പിലിന് തന്നെയായിരിക്കും. ഇതിൽ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതായത് ഇത് തെറ്റായിരുന്നു എന്നുള്ള രീതിയിൽ ഇതൊരു പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഷാഫി പറമ്പിൽ ഇതിന് മൗനാനുവാദം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസുകാർ കുറച്ച് കിട്ടട്ടെ, അവന്മാർ DYFIയുടെ ബി ടൈമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അങ്ങനെയുള്ള ഒരു സമീപനമാണോ ഷാഫി പറമ്പിൽ ഇതിൽ? അല്ല, ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് ഇതിൻ്റെ അപകടം മുഴുവനും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട്. ഒന്ന്, രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ അദ്ദേഹമാണല്ലോ ഈ ഷാഫിയാണല്ലോ യഥാർത്ഥത്തിൽ മാങ്കുട്ടത്തിലിനെ അവിടെ കൊണ്ടുവരുന്നത്. കാരണം പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെ മാറ്റിയിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെ പോയാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് തികച്ചും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ കൈകളിൽ ഒതുങ്ങുന്ന സ്ഥിതി ഷാഫിയുടെ കയ്യിൽ. ഇപ്പോൾ വേറെ വാർത്ത വരുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം ഷാഫി A ഗ്രൂപ്പിൻ്റെ സമാന്തര യോഗം കൂടി എന്നാണ് പറയുന്നത്. അതിനെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ആ യോഗം കൂടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ യോഗത്തിലെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഓണം കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കുട്ടത്തിനെ പാലക്കാട് കൊണ്ടുപോയി ഇറക്കണം എന്നുള്ളതാണ്. പാലക്കാട് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അദ്ദേഹം MLA നിലക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ BJPയുടെയും അതുപോലെ തന്നെ CPMൻ്റെയും പ്രവർത്തകരെന്ത് ചെയ്യും? അത് തടസ്സപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടക്കാൻ സാധ്യത കൂടുതൽ.
കാരണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റി. പക്ഷേ MLA സ്ഥാനം അവർ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം അങ്ങനെ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ കോളിളക്കം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ നിലനിർത്തിയിരിക്കുന്നത്. അതിനുള്ള ചോദ്യം ഇതാണ്, മുകേഷ് രാജിവെച്ചോ, പിന്നെ എന്തിന് രാഹുൽ രാജിവെക്കണം എന്ന ചോദ്യമാണ് അവിടെ ഉയർത്തപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദുരന്തങ്ങളിലൊന്ന്, ഒരാൾ അഴിമതി നടത്തിയാൽ ആ അഴിമതിക്കാരനെ എതിരെ ആരും സംസാരിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഞാൻ മാത്രമാണ് അഴിമതി നടത്തിയത്, നിങ്ങൾ അഴിമതി നടത്തിയിട്ടില്ലേ, അവൻ നടത്തിയിട്ടില്ലേ, മറ്റവൻ നടത്തിയിട്ടില്ലേ? അങ്ങനെ അഴിമതിയെ സാർവത്രീകരിച്ച് അഴിമതി പാപ്പാന്മാരായിട്ട് ഇവരെല്ലാം മാറി. അതുതന്നെയാണ് ഈ സ്ത്രീപീഡനത്തിൻ്റെയും അതേപോലെ തന്നെ ലൈംഗിക ആരോപണത്തിൻ്റെയും പേരിലൊക്കെ ഇവർ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ മുകേഷ് മാത്രമല്ല അല്ലേ? അതായത് കോഴിക്കൂടിന് കാവൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് എന്നാണ് ഗോവിന്ദ മാസ്റ്ററോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ അവന്മാരും ഇതേപോലത്തെ ആളുകളായി മാറിയാൽ പതുക്കെ പതുക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറാം. ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിലി അടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലബ്ബുകളുടെ പേരിലൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. വീണ്ടും ഈ സംഘർഷങ്ങളൊക്കെ ഉയർന്നു വരും. അവിടെ ഷാഫി പറമ്പിലിനെതിരെ മുദ്രാവാക്യം വിളികളുണ്ടാവും, തടയലുണ്ടാവും. അപ്പോൾ ഈ തീപ്പന്തങ്ങൾ അന്നും അങ്ങോട്ട് പാറിപ്പറക്കുമോ? അതൊരു പ്രശ്നമല്ലേ ശരിക്കും പറഞ്ഞു. ഇതിൽ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നത് നമ്മൾ രണ്ട് വശങ്ങൾ സംസാരിക്കണമല്ലോ. രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ്, ആയിരിക്കാം അല്ലായിരിക്കാം, എന്തായാലും തെറ്റുകാരൻ എന്നുള്ളൊരു ആരോപണം നേരിടുന്നു. അദ്ദേഹം അതിന് പാർട്ടി ഈ ഭാരവാഹിത്വങ്ങളിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഷാഫി പറമ്പിലിനെ DYFI തടഞ്ഞു നിർത്തി ആക്രമിക്കുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ തന്നെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, പിതാവ് ചെയ്ത കുറ്റത്തിന് മകൻ ഉത്തരവാദിയല്ല, മകൻ ചെയ്ത കുറ്റത്തിന് പിതാവ് ഉത്തരവാദിയല്ല എന്നൊക്കെ. അപ്പോൾ സുഹൃത്ത് എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? അല്ല, സുഹൃത്ത് ഉത്തരവാദിയാവുന്ന പ്രശ്നമില്ല. ഉത്തരവാദി ആരുമില്ല, അയാൾ മാത്രമാണെന്ന് വിചാരിക്കാം. ചൂഴ്ന്ന് നോക്കാൻ പറ്റില്ലല്ലോ മനുഷ്യർക്ക്. സുഹൃത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കണ്ടില്ല. ഇനി അത് പാർട്ടിക്ക് ഉത്തരവാദിത്വം കൊടുക്കാൻ പാടില്ലെന്ന് ചോദിക്കില്ല കുറച്ച് നമ്മൾ. അവനൊരുത്തം പോയി ചെയ്തതിന് ഞങ്ങളെന്ത് വേണം? അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഉയർന്നു വരുന്നത്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം. ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല, ഇതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് കൂട്ടുത്തരവാദിത്വം ഉണ്ടാവും. പാർട്ടിയുടെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിയാണ് അതിന് സമാനം പറയേണ്ടത്. അതേപോലെ സമാധാനം പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇങ്ങനെ കൂട്ടുകാരൻ ആയിട്ട് നടക്കുകയും അയാളെ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, നീ എന്താ അവനെ ചുമക്കുന്നതെന്ന് ചോദിക്കില്ലേ? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ചുമക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് പറയുന്നത് നീയല്ലേ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നത്, അപ്പം നീ ഉത്തരം പറയടാ എന്നുള്ളൊരു സമീപനമാണ് ഇവരുടെ. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എങ്ങനെ നമുക്ക് മനുഷ്യനെ ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ല, ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആർക്കും ആരെയും ചുഴ്ന്നൊന്നും നോക്കാൻ പറ്റില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? ആരും കരുതുന്നുണ്ടായിരുന്നു? കോൺഗ്രസിൻ്റെ വനിതാ MLAയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ മഹിളാ നേതാക്കളുമൊക്കെ ഇതിനെതിരെ പൊട്ടിത്തെറിച്ചില്ല. വേണുഗോപാലിൻ്റെ ഭാര്യ ഡോക്ടർ ആശ പറഞ്ഞെന്താണ്? സ്ത്രീകൾ പരസ്പരം ഭയപ്പെട്ടാണ് ഇയാളെക്കുറിച്ച് സംസാരിക്കുന്നതല്ലോ. അപ്പോൾ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന സമയത്ത് സംഭവിക്കുന്നതായിട്ടുള്ള പ്രതികരണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അത് ആ സംഭവം കഴിയുമ്പോൾ അതൊക്കെ ഇല്ലാതായി പോയിക്കൊള്ളും. അങ്ങനെ കരുതാൻ പറ്റുള്ളൂ. അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അതിൽ പലതും നമുക്ക് ഉത്തരം കണ്ടെത്താനോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാകാം. ഷാഫി പറമ്പിലൊക്കെ കുറേ കൂടിയൊക്കെ സമയത്തോടെ കാര്യങ്ങൾ സമീപിച്ചാൽ കുറച്ചുകൂടിയൊക്കെ പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മളത് കാണും, കേൾക്കും, മാത്രമേ ഉള്ളൂ.